أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فألهمها فجورها وتقواها. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു ഷംസിൻ്റെ 9-ാമത്തെ വചനമാണ് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടത്. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, എന്നിട്ടവൻ, അതായത് അള്ളാഹു, അതിനെ അതിൻ്റെ അധാർമികതയും സാത്വികതയും ബോധനം ചെയ്തു. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു തഫ്സീർ കബീറിൽ പറയുന്നു, അള്ളാഹു ആകാശഭൂമികളെ വ്യവസ്ഥപ്പെടുത്തുകയും മനുഷ്യാത്മാവിന് കഴിവുകൾ നൽകുകയും ചെയ്തതിന് ശേഷം അതിനെ ഒഴിവാക്കി വിടുകയല്ല ചെയ്തത്, മറിച്ച് അതിനകത്ത് അധാർമികതയെയും സാത്വികതയെയും കുറിച്ചുള്ള ഒരു ബോധം അതിന് നൽകി. അതായത് അള്ളാഹു എല്ലാ മനുഷ്യരിലും നഫ്സെ ലവ്വാമ അഥവാ സ്വയം ശാസകാത്മാവ് വച്ചിരിക്കുന്നു. അതിനാൽ എല്ലാ മനുഷ്യരിലും കുറച്ച് കാര്യങ്ങളെ നല്ലതായും കുറച്ച് കാര്യങ്ങളെ ചീത്തയായും മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ട്. പറയുന്നു, ഓർത്തിരിക്കേണ്ട സംഗതി എന്തെന്നാൽ ഈ ഒരു വിഷയത്തെ അധികം ആളുകളും തെറ്റായാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എല്ലാ മനുഷ്യരും കുറച്ച് കാര്യങ്ങളെ നല്ലതും കുറച്ച് കാര്യങ്ങളെ ചീത്തയും ആയി കണക്കാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് പകരം എല്ലാ മനുഷ്യരും കളവിനെയും കൊലയെയും കൊള്ളയെയും ചീത്തയായി കരുതുന്നു എന്നാണ് ആളുകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കി വച്ചിട്ടുള്ളത്. അതായത് ഇന്ന സംഗതികൾ ചീത്തയാണ് എന്ന് എല്ലാവരും ഒരുപോലെ കരുതുന്നു എന്ന്, ഇന്ന കാര്യങ്ങൾ നല്ലതാണെന്നും എല്ലാവരും ഒരുപോലെ കരുതുന്നു എന്ന് മനസ്സിലാക്കി വച്ചിരിക്കുന്നു. എന്നാൽ അത് തെറ്റാണ്. ചിലർ കളവിനെ നല്ലതായി മനസ്സിലാക്കുന്നവരാണ്. അവർ പറയുന്നത് കളവ് കൂടാതെ ഈ ലോകത്ത് ജീവിക്കുക തന്നെ സാധ്യമല്ല. മറ്റു ചിലർ കഠിന സ്വഭാവം അല്ലെങ്കിൽ കാർക്കശ്യത്തെ നല്ലതായി മനസ്സിലാക്കുന്നു. ഹുസൂർ പറയുന്നു, നമ്മുടെ ജമാഅത്തിലും ചില ആളുകൾ വളരെ കാർക്കശ്യ സ്വഭാവക്കാരാണ്. സ്നേഹത്തോടും മൃദുവായും മറ്റുള്ളവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്ന് അവരോട് എത്ര തന്നെ ഉപദേശിച്ചാലും അവർ തങ്ങളുടെ ശീലത്തിൽ നിന്നും മാറുന്നില്ല. കഠിന സ്വഭാവം ഉള്ളവർ മനസ്സിലാക്കുന്നത് സൗമ്യമായി പെരുമാറുന്നതിലൂടെ ലോകത്തെ ശരിയാക്കാൻ സാധിക്കുകയില്ല, മറിച്ച് കാർക്കശ്യ സ്വഭാവത്തോടുകൂടി മാത്രമേ പരിഷ്കരണം നടക്കുകയുള്ളൂ എന്നാണ്. ചിലർ കളവ് നടത്തുന്നതിന് തെറ്റായി മനസ്സിലാക്കുന്നില്ല. ചിലർ മാംസാഹാരം വളരെ വലിയ പാപമായി മനസ്സിലാക്കുന്നു. അത്തരം ആളുകൾ ഇതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ മുന്നിൽ മാംസാഹാരത്തെ സംബന്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ഛർദി വരുന്നു. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ഇന്നത് തെറ്റാണ്, ഇന്നത് ശരിയാണ് എന്ന് അള്ളാഹു ബോധനം നൽകിയിട്ടുണ്ട് എന്ന് ഈ ആയത്തിന് അർത്ഥം പറയുന്നത് തെറ്റാണ്. ഇവിടെ പറയുന്നത് ഇത്ര മാത്രമാണ്. അതായത് എല്ലാ മനുഷ്യർക്കും ചില കാര്യങ്ങൾ നല്ലതാണ്, അതിനെ സ്വീകരിക്കണം എന്നും ചില കാര്യങ്ങൾ ചീത്തയാണ്, അതിനെ വർജിക്കണം എന്നുമുള്ള ബോധം അവൻ്റെ ഉള്ളിൽ അള്ളാഹു ഇട്ടുകൊടുത്തിട്ടുണ്ട്. ലോകത്ത് ഒരാളും തന്നെ എല്ലാ സംഗതികളെയും നല്ലതാണ് എന്ന് മനസ്സിലാക്കുന്നതായിട്ടുണ്ടാവുകയില്ല. അതേപോലെ എല്ലാ സംഗതികളെയും മോശമായും മനസ്സിലാക്കുന്നതായിട്ട് ഒരാളും ഉണ്ടാവുകയില്ല. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരിലും കുറച്ച് കാര്യങ്ങൾ നല്ലതും കുറച്ച് ചീത്തയുമാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ട്. അതായത് ഓരോ മനുഷ്യനും നല്ലതും ചീത്തയും ആയ കാര്യങ്ങളെ വേർതിരിച്ചറിയാനുള്ള ഗുണം അവനിലുണ്ട്. പക്ഷെ ഇന്നതാണ് നല്ലത്, ഇന്നത് ചീത്തയാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടാകണമെന്നില്ല. അത് അവൻ്റെ സ്വഭാവവുമായി അല്ലെങ്കിൽ ശീലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാ സ്വഭാവങ്ങളെയും എല്ലാ പ്രകൃതത്തെയും അറിയുന്ന ഒരു അസ്തിത്വം അവന് നല്ലതിനെയും ചീത്തയെയും കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുണ്ടാകണം എന്നതിലേക്ക് ഇത് തെളിവ് നൽകുന്നു. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ തെളിയിക്കുന്ന ഒരു വലിയ തെളിവാണ് ഇത്. ഈ തെളിവിന് മുന്നിൽ വലിയ വലിയ നാസ്തികർ പോലും ഉത്തരം മുട്ടിപ്പോകും.
ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം ഈ തെളിവ് തൻ്റെ ഗ്രന്ഥങ്ങളിൽ പലയിടങ്ങളിലും വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ആളുകൾ ഇതിനെ തെറ്റായാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അവർ വിവരിക്കുന്നത് എല്ലാ മനുഷ്യരും മോഷണത്തെയും കളവ് പറയുന്നതിനെയും കൊലയെയും എല്ലാം ചീത്തയായി മനസ്സിലാക്കുന്നു എന്ന വിധത്തിലാണ്. എല്ലാ മനുഷ്യരുടെയും ഉപബോധ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ തിന്മകളെയെല്ലാം തിന്മയായി തന്നെ മനസ്സിലാക്കുന്നു. പക്ഷേ ബോധമനസ്സിൻ്റെ കാര്യത്തിൽ അവരുടെ ചുറ്റുപാടും സ്വഭാവവും അനുസരിച്ച് നന്മതിന്മകളിൽ വ്യത്യാസമുണ്ടാകാം. ഒരിക്കൽ ഒരു മോഷ്ടാവ് ഹദ്റത്ത് ഖലീഫ അവ്വൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചികിത്സക്കായി വന്നു. അദ്ദേഹം ആ മോഷ്ടാവിനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, എത്ര മോശം പ്രവൃത്തിയാണ് താങ്കൾ ചെയ്യുന്നത്. താങ്കൾക്ക് നാണമില്ലേ? ആരോഗ്യമുണ്ടല്ലോ, എന്തുകൊണ്ട് അധ്വാനിച്ചുകൂടാ? മോഷ്ടാവ് പറഞ്ഞു, ഞങ്ങൾ വളരെ അധ്വാനികളാണ്. എല്ലാവരും ഉറങ്ങുന്ന നേരത്ത്, നല്ല തണുപ്പുള്ള രാത്രിയിൽ, അന്ധകാര നിബിഡമായ സന്ദർഭത്തിൽ, ജീവന് പോലും അപകടം സംഭവിക്കാവുന്ന അവസരത്തിൽ ഞങ്ങൾ മോഷണം നടത്തുന്നു. അയാൾ വളരെ വിശദമായി തൻ്റെ അധ്വാനത്തെ സംബന്ധിച്ച് പറഞ്ഞു. ഖലീഫ അവ്വൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവസാനം നിങ്ങൾ മോഷ്ടിച്ച സ്വർണമെല്ലാം ഉരുക്കുന്നതിനായി നിങ്ങൾ സ്വർണ്ണപ്പണിക്കാരനെ അതേൽപ്പിച്ചാൽ അയാൾ ആ സ്വർണമെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? ആ മോഷ്ടാവ് ഉടനെ കോപാകുലനായി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ആ മോഷ്ടാവിൻ്റെ കഴുത്ത് ഞങ്ങൾ അറുക്കുന്നതാണ്. ഖലീഫ അവ്വൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്പം മുമ്പ് നിങ്ങൾ മോഷണത്തിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ മോഷ്ടിച്ചയാളെ കൊന്നുകളയും എന്നും പറയുന്നു. ഇത് കേട്ട് ആ വ്യക്തി ലജ്ജയോടെ തലതാഴ്ത്തുകയുണ്ടായി. ഇവിടെ അയാളുടെ ഉപബോധ മനസ്സിലുള്ള മോഷണം തെറ്റാണെന്നുള്ള ചിന്ത ബോധമനസ്സിലേക്ക് വരികയുണ്ടായി. അതോടെ അയാൾക്ക് ലജ്ജ തോന്നി. എന്നാൽ ഇപ്രകാരം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. ചുരുക്കത്തിൽ മനുഷ്യനിൽ അവൻ ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും സിഖുകാരനായാലും പണ്ഡിതനായാലും പാമരനായാലും എല്ലാവരിലും തന്നെ ചില കാര്യങ്ങളെ നല്ലതും ചില കാര്യങ്ങളെ മോശവും, നല്ല കാര്യങ്ങളെ സ്വീകരിക്കണമെന്നും മോശം കാര്യത്തെ വർജിക്കണമെന്നും ഉള്ള ഒരു ബോധം അവരിലുണ്ട്. പക്ഷേ ഇന്ന ഇന്ന കാര്യങ്ങൾ ചീത്തയാണ്, ഇന്ന ഇന്ന കാര്യങ്ങൾ നല്ലതാണ് എന്നവർക്ക് അവരുടെ പ്രകൃതത്തിൽ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. മനുഷ്യൻ്റെ പ്രകൃതിയിൽ നല്ലത് തീയത് എന്നിങ്ങനെ മനസ്സിലാക്കാനുള്ള ഗുണം അവനിലുണ്ട്. പക്ഷെ ഏതെല്ലാമാണ് നല്ലത്, ഏതാണ് മോശമായത് എന്ന കാര്യത്തിൽ മനുഷ്യരിൽ തർക്കവും നിലനിൽക്കുന്നു. ആയതിനാൽ ഈ പ്രകൃതിപരമായ ഗുണത്തിന്, അതായത് നല്ലതിനെയും ചീത്തയെയും വേർതിരിച്ചറിയാനുള്ള ഈ ഗുണത്തിന് ശരിയായ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു അസ്തിത്വം ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് വരുന്നു. ഈ ആയത്തിൽ ഇതിലേക്കാണ് തെളിവ് നൽകിയിരിക്കുന്നത്. ഇനി കഴിഞ്ഞ ആയത്തിലെ നഫ്സ് എന്നതിന് പരിപൂർണ ആത്മാവ് എന്ന അർത്ഥം കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ ഈ ആയത്തിൻ്റെ അർത്ഥം അള്ളാഹു അവൻ്റെ സുന്നത്തനുസരിച്ച് പരിപൂർണ ആത്മാവിന് ഇൽഹാം മുഖാന്തിരം, അതായത് പ്രവാചകന് ഇൽഹാം മുഖാന്തിരം ധാർമ്മികതയുടെ കാര്യങ്ങളും അധാർമികതയുടെ കാര്യങ്ങളും അവതരിപ്പിച്ചു കൊടുത്തു എന്നായിരിക്കും ഈ ആയത്തിൻ്റെ അർത്ഥം വരിക. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.